കൂടുതൽ ആമുഖങ്ങളില്ലാതെ ഞാൻ എൻ്റെ പേപ്പറിലേക്ക് വരാം. സയ്യിദ് ഫضൽ പൂക്കോയത്തങ്ങൾ എന്ന് നാം വിളിക്കുന്ന സയ്യിദ് ഫضൽ പാഷ എന്നൊക്കെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ഏകദേശം 1825 മുതൽ 1900 വരെയുള്ള കാലയളവിൽ ജീവിച്ച ഒരു പ്രതിഭാധനനായ എന്നാൽ വൈവിധ്യപൂർണമായ ഒരു കോസ്മോപോളിറ്റൻ ലൈഫ്, ഒരു സാർവലൗകിക ജീവിതം നിർവഹിച്ചു പോയ ഒരു വ്യക്തിയെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയ സാമൂഹിക നീതിബോധങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വേണ്ട വിധം ഇപ്പോഴും കൃത്യമായ വിശകലനങ്ങൾ വന്നിട്ടില്ലെന്ന് വേണം ആമുഖമായി പറയാൻ. സയ്യിദ് ഫضൽ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹളറമൗത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ, അവരുടെ കൊയിലാണ്ടിയിൽ നിന്ന് അവർ കല്യാണം കഴിച്ച മലബാരിയായ ഭാര്യയിലുണ്ടായ മലബാറിൽ ജനിച്ച, മലബാറിലും മക്കയിലും പിന്നെ ഹളറമൗത്തിലും മറ്റ് സ്ഥലങ്ങളിലും പോയി വിദ്യാഭ്യാസം നേടിയ തങ്ങൾ ജീവിച്ച പരിസരത്തെ ജനതയുടെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി കൊളോണിയൽ ആധിപത്യത്തോട് ഏറ്റുമുട്ടി അവരാൽ ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ട, അങ്ങനെ തുടർന്ന് ഹിജാസിലെ മക്കയിലെ വിവിധ രാഷ്ട്രീയ വൈജ്ഞാനിക മേഖലകളിൽ ഇടപെട്ട് ധാരാളം സൂഫി രാഷ്ട്രീയ ചരിത്ര പഠനങ്ങൾ രചിച്ച, വിവിധ ദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ, വൈജ്ഞാനികമായ ബന്ധങ്ങൾ, ഇപ്പോൾ മലബാറിലെ ജാവയിലെ കോമറോസിലെ ഇബ്നു സുമൈത്തിനെ പോലുള്ള ആളുകൾ, പിന്നെ ഹിജാസിലെ ഹളറമൗത്തിലെ, പിന്നെ അറബ് ദേശത്ത് ഒന്നടങ്കം ഇങ്ങനെ ദേശഭാഷ ഭേദമന്യേ ധാരാളം ശിഷ്യ അല്ലെങ്കിൽ വൈജ്ഞാനിക കണക്ഷൻസ് ഉള്ള, ബന്ധങ്ങളുള്ള, സ്കോളർലി കണക്ഷൻസ് ഉള്ള, എന്നാൽ ആഗോളീകരണത്തിന് മുമ്പേ സാർവലൗകിക ലോകക്രമത്തെക്കുറിച്ച് സംസാരിക്കുകയും വളരെ വിശാലമായ രീതിയിൽ ഒരു ദേശാന്തരീയ ഇസ്ലാമിക ആത്മീയ വൃത്തത്തെക്കുറിച്ച് അതിൽ പ്രവർത്തിക്കുകയും ചെയ്ത, ഇവിടെ നിന്ന് പോയിട്ട് ലുഫാറിൽ ഭരണം നടത്തിയ, ഇസ്താംബൂളിലും ഓട്ടോമൻ ഭരണത്തിൽ ഉപദേശകനായി പ്രവർത്തിച്ചു, അങ്ങനെ വിവിധ രീതിയിൽ മുസ്ലിം സംസ്കാരത്തെക്കുറിച്ച്, നാഗരികതയെക്കുറിച്ച്, അവയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, ആധുനിക പ്രതിസന്ധികളെക്കുറിച്ച്, തുർക്കി ഭരണത്തിനൊക്കെ നേരിട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുകയും അവയുടെ പ്രതിസന്ധികളെ മറികടക്കേണ്ടതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും അതിലിടപെടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ അപ്പോൾ ഒരു സൂഫിസത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വായിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്നിരുന്നാലും സയ്യിദ് ഫضലിനെ ഞാൻ ഈ വിവിധ തലങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും, അദ്ദേഹത്തിനെ കുറിച്ചുള്ള മുൻ കൃതികളിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് പരമാവധി ഏതെല്ലാം രീതിയിൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ പറഞ്ഞ വിവിധ മേഖലകൾ, വിവിധ തലങ്ങളിലുള്ള പല പഠനങ്ങളും പല പുസ്തകങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഇവിടെ പരിപാടിയിൽ തന്നെ വിവിധ പേപ്പറുകൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതിൻ്റെ സൂക്ഷ്മമായ അടരുകളിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മെയിനായിട്ട് ഈ മെമ്മോറിയൽ ലെക്ചറിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സയ്യിദ് ഫضലിനെ പോലെയുള്ള വിവിധ ആളുകൾ, ഇപ്പോൾ കൊളോണിയലിസ്റ്റ് പീരീഡിൽ അല്ലെങ്കിൽ കൊളോണിയലിസം ആധിപത്യം ചെലുത്തിയിരുന്ന ഒരു പീരീഡിൽ ഒരു സാർവലൗകികമായ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഫضലിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ പഠിക്കാൻ നമ്മുടെ ആധുനിക ഈ അക്കാദമിക് വിജ്ഞാന സംവിധാനങ്ങൾ, അതിലുള്ള പഠന രീതികൾ, അതിലെന്തെല്ലാം പോരായ്മകളാണുള്ളത്, അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ, ഏതെല്ലാം രീതിയിൽ അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ള ചില ആലോചനകൾ മുന്നോട്ട് വെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് അദ്ദേഹത്തെ ഒരു രീതിയിൽ നമുക്കൊരു കോസ്മോപൊളിറ്റൻ പേഴ്സണാലിറ്റി ആണെന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. രാഷ്ട്രീയപരമായിട്ടും പിന്നെ വിവിധ ദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങൾ, വൈജ്ഞാനികമായിട്ടുള്ള സൂഫിസ് രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള പഠനങ്ങളിൽ ഇപ്പോൾ കൊളോണിയലിസ്റ്റ് ചിന്താധാരകളിൽ നിന്ന് വന്നിട്ടുള്ള കൊളോണിയൽ ഒഫീഷ്യൽസ് എഴുതിയിട്ടുള്ള പഠനങ്ങൾ, അവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു ഐക്കണുണ്ട്, ഒരു ഫനാറ്റിക് മാപ്പിളമാർക്ക് പിന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഫനാറ്റിക് ഫضൽ. അദ്ദേഹത്തെക്കുറിച്ച് ഈ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് ഇപ്പോൾ നമുക്ക്
അതിൻ്റെ ഒരു ന്യൂവാൻസുകളിലേക്ക്, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അടരുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ സെയ്ദ് ഫضലിനൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽപ്പെട്ടപ്പോൾ മഞ്ചേരി കലാപത്തിൽ 1849 സെയ്ദ് ഹസൻ എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ ഈ സെയ്ദ് ഫضലിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം സമരങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്നത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് സാമൂഹിക ബോധമുണ്ട്, ഒരു സാമൂഹിക നീതിബോധമുണ്ട്. ആ നീതിബോധം പല രീതിയിൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കി. ഞങ്ങൾ അധികാരികൾക്ക് എന്ത് കൊടുത്തു, ഹർജികൾ കൊടുത്തു, പരാതികൾ കൊടുത്തു. അതൊന്നും ഫലവത്തായി വരാത്ത രീതിയിലാണ് ഈ ഒരു സമര പോരാട്ടത്തിന് നമ്മൾ ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം വരുന്നുണ്ട്. എന്നാൽ കൊളോണിയൽ ഒഫീഷ്യൽസ് ഇതിനെ അനലൈസ് ചെയ്തിട്ട് പറയുന്നത് എന്താണ്, ഇതൊക്കെ അവരുടെ വെറും ഒരു കോൺകോക്റ്റഡ് എവിഡൻസ് ആണ്. അതായത് ഇവരങ്ങനെ കൂടുതലായിട്ടൊന്നും മറ്റുള്ള രീതികളിലേക്കൊന്നും പോയിട്ടില്ല. അവർ പൂർണ്ണമായിട്ടും ഈ ഫനാറ്റിക് രീതിയിൽ യുദ്ധം ചെയ്ത് പിന്നെ ജിഹാദ് ചെയ്ത് മാർട്ടിസം അല്ലെങ്കിൽ ഷഹാദത്ത് നേടുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ആ ഒരു ഫനാറ്റിക് നിർമ്മിതിയിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച കൊളോണിയൽ ഒഫീഷ്യൽസും അതിനെ തുടർന്ന് പിന്നീടുണ്ടായിട്ടുള്ള ചില അക്കാദമിക് വർക്കുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡെയിലിനെ പോലുള്ള വർക്കുകൾ, ഇവരൊന്നും ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് എഴുതുന്നത്, ഇപ്പോൾ സെയ്ദ് ഫضലിനെ കുറിച്ച് 20ഓളം അദ്ദേഹം എഴുതിയ 20ലേറെ വർക്കുകളുണ്ട്. അത് വായിക്കുകയോ അതിലെന്താണ് അവരുടെ ആശയങ്ങൾ എന്ന് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇവരുടെ സമരങ്ങളൊക്കെ അത് സൂഫിസത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും കൂടി പിന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. നമ്മൾ സെയ്ദ് ഫضലിന്റെ ഉദ്ദത്തുൽ ഉംറ വായിക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ സെയ്ദ് ഫضൽ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ വിശദീകരിക്കുന്നുണ്ട്, രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിന് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ആരാണ്, പിന്നെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്ന് പറയുമ്പോൾ ഹദ്ദാദ് റാത്തീബ് ഓതുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം പറയുന്ന ആശയങ്ങളാണ്. ആ ചിന്താധാര വരുന്നത് ഗസാലി ഇമാമിൽ നിന്നൊക്കെയാണ്. എങ്ങനെയാണ് നമ്മൾ സുൽത്താനോടുള്ള സമീപനം എന്തായിരിക്കണം, സൂഫിയുടെ സമീപനം എന്തായിരിക്കണം, അവിടെ അധികാരത്തിൽ പിന്നെ അനീതി കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇടപെടണം. അപ്പോൾ ഇത്തരം പരിപ്രേക്ഷ്യത്തെയാണ് അവരവരുടെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഉൾക്കൊള്ളാതെ ഇതിനെ വെറും പിന്നെ ഫനാറ്റിക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ. പിന്നെ വേറെ രീതിയിൽ ഈ ഇത്തരം വ്യക്തികൾ വായിച്ചിട്ടുള്ളത് നമ്മുടെ പിന്നെ മാർക്സിയൻ അനാലിസിസിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിളിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഭൂമിയുള്ളവർ അല്ലെങ്കിൽ ധനമുള്ളവർ, ഭൂമി ഇല്ലാത്തവർ, കുടിയാന്മാരും ജന്മികളും തമ്മിലുള്ള പോരാട്ടങ്ങൾ. അപ്പോൾ ഇത്തരം പോരാട്ടങ്ങൾ, ഇത്തരം പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ വിശകലനങ്ങളിലുള്ള ഒരു പോരായ്മ എന്നുള്ളത് അത് ഒരു വശത്തെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും മറ്റുള്ള ഇപ്പം നമ്മൾ ഈ പറയുന്ന ആത്മീയമായ വശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സാർവലൗകികമായ അതിൻ്റെ ലോങ് ഹിസ്റ്ററിയോ ഒക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള അതിനെ ഒരു ലോക്കൽ പരോക്കിയൽ സ്ഥാനത്തിലേക്ക് മാത്രം കൊണ്ടുവരികയാണ്. അതിനൊരു മാർക്സിയൻ പെർസ്പെക്റ്റീവ്, നമ്മൾ ഇത്തരം കൃതികളുടെ ഒരു അവയുടെ കോൺട്രിബ്യൂഷനെ വിസ്മരിച്ചുകൊണ്ടല്ല ഇതൊക്കെ പറയുന്നത്. ഇത്തരം കൃതികൾ നൽകിയ സംഭാവനകൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഫലവത്തായി, കൂടുതൽ വളരെ കൃത്യമായ രീതിയിൽ സെയ്ദ് ഫضലിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ കൊളോണിയൽ നെറേറ്റീവ്സുകളെ റിവൈസ് ചെയ്യുന്ന നാഷണലിസ്റ്റ് നെറേറ്റീവ്സുകൾ, നാഷണലിസ്റ്റ് പിന്നെ ഇവരുടെ സ്ട്രഗിൾസ് നാഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു, ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു എന്ന് പറയുന്ന കൃതികൾ, ഇപ്പോൾ ഗംഗാധരൻ മാഷുടെയും പിന്നെ KM ബഹാവുദ്ദീൻ്റെ ഒക്കെ വർക്കുകൾ. അപ്പോൾ അത്തരം വർക്കുകളുടെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളും പോരായ്മകളുണ്ട്. അത് ദേശീയതയ്ക്ക് അപ്പുറത്തേക്കാണ് അവരുടെ ചിന്തകളും ആലോചനകളൊക്കെ പോയിട്ടുള്ളത്. അതുപോലെ പിന്നെ സെയ്ദ് ഫضലിനെ കുറിച്ച് പിന്നെ മുസ്ലിം കോസ്മോപൊളിറ്റാനിസം എന്ന് സീമ അലവിയുടെ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു സാർവദേശീയതയുടെ വക്താവായിരുന്നു. അപ്പോൾ സീമ അലവിയുടെ പിന്നെ വർക്കിലും തന്നെ അവരുടെ ഈ കൃതികൾ, സെയ്ദ് ഫضലിൻ്റെ കൃതികൾ അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത്തരം സമൂഹങ്ങളെ എങ്ങനെ സമീപിക്കും എന്നുള്ള ചോദ്യമാണ് നാം ഗൗരവത്തിലെടുക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നവോത്ഥാനമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ അതിൽ മാത്രം ഒതുക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയതയിലേക്ക് ഒതുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതിനൊക്കെ അതിലുണ്ടാകുന്ന അപകടങ്ങൾ, ഒരു വശത്ത് ആത്മീയതയെ തീരെ കാണാതെ അല്ലെങ്കിൽ ആത്മീയത മാത്രമാണ് എന്ന് പറയുന്നതിലൊക്കെയുള്ള പോരായ്മകൾ, ഈ പോരായ്മകളൊക്കെ മറികടക്കാനുള്ള ഒരു മാർഗം എന്താണെന്നുള്ള ആലോചനയാണ്.
അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത് ഇപ്പോൾ കൊളോണിയൽസ് ആണെന്ന് ആധുനിക അക്കാദമിക് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ആഗ്ലോഫോൺ അക്കാഡമിയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇത് വന്നിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ എൻലൈറ്റൻമെൻറ്റ് ഒരു പരിസരത്ത് നിന്നാണ് മോഡേൺ അക്കാഡമിക്സ് തന്നെ വരുന്നത്. അതിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ജ്ഞാനോൽപാദന രംഗത്തുള്ള പിന്നെ പ്രശ്നങ്ങൾ ഇത്തരം നെഗറ്റീവുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനത്തിൻ്റെ ആ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഇത് വരെ എന്ന് വെച്ചാൽ ഇപ്പോൾ മിസ്റ്റിസിസം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുമ്പോൾ അതിന് നേരെ ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തോട് എന്താക്കും കമ്പയർ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ സൂഫിസവും മിസ്റ്റിസിസും വളരെ അജഗജാന്തരമാണ്. അതായത് മിസ്റ്റിസം എന്നുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സൂഫിസത്തിന് അങ്ങനെയല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും നവോത്ഥാനപരമായിട്ടും ഒക്കെ ഉള്ള വളരെ വലിയ കാഴ്ചപ്പാടുകളും ചിന്തകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൃതിയാണ് വിൽസൺ ജാക്കബിൻ്റെ ഫോർ ഗോഡ് ഓർ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. അദ്ദേഹം സയ്യിദ് ഫാദിലിനെ ഒരു ഇന്ത്യൻ ഓഷ്യൻ പെർസ്പെക്റ്റീവിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് വിശദീകരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി സയ്യിദ് ഫാദിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അധികാരം, ഒരു സോവേണിറ്റി, ഒരു ദൈവികമായ പരമാധികാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സയ്യിദ് ഫാദിൽ പറയുന്ന പരമാധികാരം, ദൈവത്തിൻ്റെ ഒരു പരമാധികാരം, അത് നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും പെർസ്പെക്റ്റീവിൽ നിന്ന് വായിക്കാൻ കഴിയുമോ, അതിന് സാധിക്കുമോ എന്നുള്ള ചിന്തയാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ മുഴുവനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതിൽ പിന്നെ സയ്യിദ് ഫാദിലിൻ്റെ ഈ ഒരു അധികാരത്തെക്കുറിച്ച് ഇവിടുത്തെ കൊളോണിയൽ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സയ്യിദ് ഫാദിലിനെ നാട് കടത്താൻ പോകുന്ന സമയത്ത് വില്യം ലോഗനല്ല കൊണോളി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ സയ്യിദ് അലവി തങ്ങളെ മമ്പ്രത്തങ്ങളെ ഒരിക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ മമ്പ്രത്തങ്ങൾ ഹാജരാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനവും ആ ഒരു അധികാരം എന്നുള്ള ഒരു ഡിവൈൻ റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ അധികാരത്തിൻ്റെ സോഴ്സ് എന്താണ്, ഇത് എന്തിൻ്റെ ബേസിലാണ് ഈ ഡിവൈൻ സോവേണിറ്റി രൂപപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിയിട്ടില്ല. കൊളോണിയൽ ഒഫീഷ്യൽസും നടത്തിയിട്ടില്ല. അതിന് ശേഷമുള്ള അക്കാദമിക് വർക്കുകളും നടത്തിയിട്ടില്ല. അപ്പം വിൽസൺ ജേക്കബിൻ്റെ ഈ ഫോർ ഗോഡ് ആൻഡ് എംപയർ എന്നുള്ള കൃതിയുടെ ഒരു മഹത്വം, അതിൻ്റെ ഒരു മേന്മ എന്നുള്ളത് സയ്യിദ് അലവി തങ്ങളായാലും സയ്യിദ് ഫാദിൽ തങ്ങളായാലും അവർ വരച്ചു കാട്ടിയ ഒരു കോസ്മോപോളിറ്റൻ ഇസ്ലാമിക ഒരു ഡിവൈൻ സോവേണിറ്റി ഉണ്ട്. ആ സോവേണിറ്റിയെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ആധുനിക ശാസ്ത്ര പഠനങ്ങൾക്ക് എത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ള ചോദ്യം, ഈ ചോദ്യത്തെ മുൻനിർത്തി അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കൊണോളി സയ്യിദ് ഫാദിലിൻ്റെ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഡിവൈൻ സോവേണിറ്റിയെ വരുന്നതിനെ കുറിച്ച്, അതിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സൂഫിസത്തിൽ നിന്ന് ദീനും മുൽക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, അതിൽ നീതിയുടെ ബോധം, സാമൂഹിക നീതി, പാവങ്ങളോടൊപ്പം നിൽക്കേണ്ടതിനെക്കുറിച്ച്, തൊട്ടുകൂടായ്മയുള്ള പാവപ്പെട്ട ലാൻഡില്ലാത്ത ആളുകളെ കൂടെ നിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെ മുൻവിലക്കെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇതുവരെയുള്ള നെഗറ്റീവ്സുകൾ എത്രത്തോളം പരിമിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫളിലിനെ പോലെ മതത്തിലും സൂഫിസത്തിലും രാഷ്ട്രീയത്തിലും ഈ നോളജ് പ്രൊഡക്ഷനിലുമെല്ലാം വളരെ മികവ് കാട്ടിയ ഈ നോൺ യൂറോപ്യൻ വ്യക്തിത്വമാണല്ലോ. ഇപ്പോൾ അത്തരം നോൺ യൂറോപ്യൻ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒരു മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഓരോ സാമൂഹിക ചരിത്ര പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിലുള്ള ഒരു ഗ്യാപ്പാണ് മെയിനായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട്
ഇപ്പം നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതമാകാൻ സാധിക്കില്ല. കാരണം മോഡേൺ അക്കാദമിയുടെ ആംഗ്ലോഫോൺ ഇതിൻ്റെ എല്ലാ എപ്പിസ്റ്റമോളജിക്കൽ ടെർമിനോളജികളൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. പക്ഷേ അതിനെ പരമാവധി എത്ര കണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വെച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. അപ്പോൾ ഫളലിനെ കുറിച്ചുള്ള ഭൂരിഭാഗം പഠനങ്ങളിലും, അപ്പോൾ വിൽസൺ ജേക്കബിൻ്റെ അല്ലാത്ത അധിക പഠനങ്ങളിലും ഇപ്പോൾ ഈ ഇത്തരം കൃതികൾ 20ഓളമുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠന വിഷയമേ ആകുന്നില്ല. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാഷാപരമായിട്ടുള്ള പരിമിതികൾ, അതൊക്കെ അല്ലെങ്കിൽ കൃതികൾ കിട്ടാത്തതിൻ്റെ അതിൻ്റെ ലഭ്യതക്കുറവ്, അതിൻ്റെ ആക്സസബിലിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ഇതൊരു പരിപ്രേക്ഷ്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂഫിസത്തെ ഒരു മിസ്റ്റിസിസമായിട്ട് കാണുമ്പോൾ, അപ്പോൾ സൂഫി ടെക്സ്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിലൊന്നില്ല, അതിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയില്ല, അതിന് സാമൂഹികമായിട്ടുള്ള നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ അത് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സ്വാഭാവികമായിട്ടും ഇത്തരം വർക്കുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതുവരെയുള്ള വർക്കുകളിൽ, അക്കാദമിക് വർക്കുകളിൽ അത് അവഗണിച്ച് പോകുവാനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് സെയ്ദ് ഫളിലിനെ പോലെയുള്ള ഇത്തരം ബഹുമുഖ വ്യക്തിത്വങ്ങളുടെ സാംസ്കാരികവും രാഷ്ട്രീയവും മതകീയവുമായിട്ടുള്ള അസ്തിത്വം മനസ്സിലാക്കുന്നതിന് ആധുനിക പഠന ശാഖകളുടെ പരിമിതി, അവയുടെ യൂറോ കേന്ദ്രീതമായ ഈ എപ്പിസ്റ്റമോളജിക്കലോ അല്ലെങ്കിൽ നമ്മൾ പറയും മീമാംസപരമായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള ഈ ചായ്വുകളെല്ലാം ഇതിന് കാരണമാണ്. കാരണം ആ ഒരു ശാസ്ത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ ഡിവിഷൻ ഉണ്ടല്ലോ, സെക്യുലർ എന്ന് അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒന്നും, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നും. അപ്പോൾ ഈ സൂഫിസം എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഒരു പ്രൈവറ്റ് റെലമിലേക്ക് മാറ്റി നിർത്തണം എന്നുള്ള ആ ഒരു ജ്ഞാന വ്യവസ്ഥയുടെ ട്രെയിൻ ചെയ്യപ്പെട്ടവരുടെ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു കാറ്റഗറി അതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി അത് വരുന്നത് ഈ യൂറോപ്പിൻ്റെ ഒരു ചരിത്രപരമായ കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. സ്ഥാപനം അല്ലെങ്കിൽ ഈ റിലീജിയൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോചിതമാകുവാനുള്ള അവരുടെ ശ്രമങ്ങൾ, റിലീജിയനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോചിതമായിട്ട് രാഷ്ട്രീയത്തെ വേർതിരിക്കാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പല ഭൗതിക ചലനങ്ങളും നടക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ആ കാലത്തുള്ള അക്കാദമിക് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതിനെതിരായിട്ടുള്ള പുതിയ ചിന്തകളൊന്നും വന്നിട്ടില്ല എന്നല്ല, പുതിയ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകളാണ് പഠന രീതികളുടെ ബേസായിട്ട് നിലനിൽക്കുന്നത്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഈ ഏഷ്യൻ ജനതകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഫളൽ തങ്ങളെ പോലെയുള്ള വിവിധ നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരു മത നേതൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് പഠിക്കുന്നതിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു വിഭജനം ഇപ്പോൾ ഏഷ്യൻ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സെയ്ദ് ഫളലിനെ പോലെയുള്ള അദ്ദേഹം ജീവിച്ച സമൂഹങ്ങളിൽ ഇത്തരം ഒരു ബൈനറി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മതം വേറെയും രാഷ്ട്രീയം വേറെയും എന്നുള്ള ഒരു രീതിയിലുള്ള ബൈനറികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ മറികടക്കാവുന്ന പല ആലോചനകളും മെത്തഡോളജികളും വന്നിട്ടുണ്ട്. അതിനെ നിരാകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടതില്ലാത്ത വിധമാണ് ഇപ്പോൾ ഈ സീമാലവിൻ്റെ വർക്കൊക്കെ വരുന്നത് 2015 തോന്നുന്നു. അവർ ഈ ഒരു 20 പുസ്തകങ്ങൾ, സെയ്ദ് ഫളലിൻ്റെ 20 പുസ്തകങ്ങൾ ഒന്നുപോലും അതിൽ വന്നിട്ടില്ല, അവരുടെ പഠനത്തിൽ വന്നിട്ടില്ല. എന്നിട്ടും അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വളരെ സിമ്പിളായിട്ട് ഇതിനെ ഒരു മിസ്റ്റിക്കൽ ടെക്സ്റ്റുകളായിട്ട് മാറ്റി നിർത്താവുന്ന രീതിയിലാണ് ഈ പഠനങ്ങളുടെയൊക്കെ ഒരു ഓറിയൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സൂഫിസ്റ്റ് പലപ്പോഴും ഓറിയൻ്റൽ വേർഷൻ ഓഫ് മിസ്റ്റിസിസത്തിൻ്റെ ഒരു ഓറിയൻ്റൽ വേർഷനായി കാണുന്നതിലുള്ള ഈ പ്രശ്നത്തിൽ നിന്ന് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഉദിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരം പരിപ്രേക്ഷ്യത്തിൽ നിന്ന് മറ്റുള്ളവരുടെ മതകീയ അനുഭവങ്ങളെ കാണുമ്പോഴുള്ള ഒരു തരം എപ്പിസ്റ്റമിക് ആയിട്ടുള്ള ഒരു വയലൻസ്, എപ്പിസ്റ്റമിക് ആയിട്ടുള്ള ഒരു അതിക്രമം നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് പ്ലാസ്റ്റിക് കണ്ടെത്തൂലല്ലോ. അപ്പോൾ അതുപോലെ അവരുടെ ഒരു മെത്തഡോളജി നമ്മളെ പഠിക്കാൻ അത് സ്വീകാര്യമല്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സെയ്ദ് ഫളലിനെ പോലുള്ള നമ്മുടെ ജീവിതത്തെ അവരുടെ ഈ മിസ്റ്റിക് കാറ്റഗറിയിലേക്ക് ഒതുക്കാവുന്നതല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക്
മനസ്സിലാക്കേണ്ടത്. അതിനെ ആ മിസ്റ്റിസിസം അല്ലെങ്കിൽ ആ സൂഫിസത്തിൽ തന്നെ നീതിബോധവും സാമൂഹിക ബോധവും സിവിലൈസേഷനിലെ ബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ള ഒരു സൂഫിസമാണ് നമ്മൾ അദ്ദേഹം വിഭാവനം ചെയ്ത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലപ്പുറം ഒരു അധികാരത്തോടു കൂടി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കൊളോണിവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയെ എങ്ങനെ കീഴടക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് കുറേ ശാസ്ത്രശാഖകൾ, ഇപ്പോൾ ആന്ത്രോപോളജിയൊക്കെ അങ്ങനെയാണ് പിന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ മോഡേൺ അക്കാദമിയുടെ അടിസ്ഥാനപരമായ അധികാരാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള ഒരു പ്രശ്നം കൂടിയാണത്. നമ്മൾ പഠിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഇതിൻ്റെ പഠനങ്ങളൊക്കെ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പല പഠനങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചരിത്ര വിശകലനങ്ങളും അല്ലെങ്കിൽ പിന്നെ സാമൂഹിക വിശകലനങ്ങളൊക്കെ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ ടൂളുകളായി വന്നത്, അല്ലെങ്കിൽ അധിനിവിഷ്ട സമൂഹങ്ങളെ മെരുക്കിയെടുക്കാനുള്ള ഉപകരണങ്ങളായി ജനിക്കുകയും വളരുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അധിനിവിഷ്ട സമൂഹം ഇപ്പോൾ ഫലസ്തീനികളെ പോലുള്ള ആളുകൾ ഇപ്പോൾ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ അതിനെക്കുറിച്ചാണ് എഡ്വേർഡ് സെയ്ദിനെ പോലുള്ള ആളുകളൊക്കെ കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ എപ്പിസ്റ്റമോളജിക്കലായിട്ടും ഒൻറ്റോളജിക്കലായിട്ടുള്ള ഒരു വയലൻസ്, ഈ ഓറിയൻറ്റിനെ കുറിച്ച് പിന്നെ വെസ്റ്റ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവർ രണ്ടാം കിട ആളുകളായിട്ട് ഒരു സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങളായിട്ട് വരുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓറിയൻ്റലിസം. അപ്പോൾ അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായി പ്രൊഫസറായി പിന്നെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രൊഫസർ ഓഫ് ടെറർ എന്നുള്ള പേരിൽ അന്ന് കാർട്ടൂണുകളും പിന്നെ മാഗസിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെവിടെ US ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു അധികാരമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അക്കാദമിയ കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും മറ്റു നെഗറ്റീവ്സുകൾ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം പിന്നെ അധികാരവുമായിട്ടുള്ള ആധിപത്യവുമായിട്ടുള്ള ഈ നോളജ് പ്രൊഡക്ഷൻ്റെ ബന്ധങ്ങൾ മറ്റുള്ള, അതായത് അധികാരമില്ലാത്ത സമൂഹങ്ങളുടെ അല്ലെങ്കിൽ അധിനിവിഷ്ട സമൂഹങ്ങളുടെ നെഗറ്റീവുകളെ വേണ്ട വിധം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് നമ്മൾ തടയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം അധിനിവിഷ്ടമായ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ജനതകളുടെ ഇപ്പോൾ കഥാപാത്രങ്ങളുടെ, ഇപ്പോൾ ഫദലിനെ പോലെയുള്ള വളരെ വൈപുല്യമായ കൃതികളുള്ള, വൈപുല്യമായ രാഷ്ട്രീയ ജീവിത സാഹചര്യ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ തദ്ദേശീയമായ കൃതികളെ നമ്മൾ വീണ്ടെടുക്കുകയും അതിനെ കൂടുതലായിട്ട് പിന്നെ അനലൈസ് ചെയ്യുകയും അതിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സെയ്ദ് ഫദലിനെ പോലെയുള്ള ഹദർമി നേതൃത്വത്തിൻ്റെ ഒക്കെ അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മുഖ്യമായി എടുത്ത് പരിശോധിക്കുക. ആ പരിശോധനകളും ആ ആഖ്യാനങ്ങൾക്ക് വേണ്ട പരിഗണനകൾ നൽകുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ദൗത്യവും ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ എന്താണ് അവരുടെ പരിപ്രേക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഡിജിനസ് സോഴ്സുകൾ, അവർ എഴുതിയ സോഴ്സുകൾ എന്താകണം കൂടുതൽ കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പോൾ യൂറോപ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റുകളുടെ നെഗറ്റീവ്സിനെ കുറിച്ച് പഠിക്കാൻ വളരെ സുഖമാണ്. കാരണം അവരുടെ നെഗറ്റീവ്സുകളും അവരുടെ ആർക്കൈവ്സുകളും വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മെട്രോപൊളിറ്റൻ സിറ്റികളിൽ അവരുടെ ഓൾഡ് ക്യാപിറ്റലുകളിൽ പോയാൽ നമുക്ക് കിട്ടും. ഏത് പിന്നെ റിസർച്ചേഴ്സിനും പോയാൽ വളരെ സുഗമമായി കിട്ടും. പക്ഷേ അതിനർത്ഥം മറ്റുള്ള സമൂഹങ്ങൾ എഴുതിയിട്ടില്ല എന്നുള്ളത്. ഇവരെ അധികാരവും പിന്നെ ചരിത്രവും സമ്പത്തും അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പിന്നോക്കം വന്നതുകൊണ്ട് അത്ര വേണ്ട വിധം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹദർമികളെ പോലുള്ളവർ വളരെ വളരെ വലിയ തോതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സെയ്ദ് ഫദലിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ 20 കൃതികൾ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ പിന്നെ ഓട്ടോമൻ സൽത്തനത്തിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ അധികാരം കൈവശമില്ലാത്തതിനാൽ ഇത്തരം ജനതകളുടെ എഴുത്തുകൾ കൂടുതൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ആർക്കൈവ്സുകളായി വന്നിട്ടില്ല എന്നുള്ളതുള്ളൂ. പലപ്പോഴും ഇപ്പോൾ ഹദർമികളെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിലൊക്കെ ഇപ്പോൾ ഫാമിലി ആർക്കൈവ്സുകൾ പോയാൽ നമുക്ക് ഇതിനേക്കാളും നല്ല സോഴ്സുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അതിനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
പക്ഷേ വളരെ രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലിനെ പോലുള്ള ആളുകൾ ഇത്തരം ഒരു സോഴ്സുകളെ തന്നെ നിഷേധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മാപ്പിളമാർക്ക് ഒരു 1-2 ചരിത്ര പുസ്തകങ്ങളുണ്ട് എന്നതിലപ്പുറം കൂടുതൽ വലിയ ലിറ്റററി ട്രഡീഷൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പിന്നെ ആ ഒരു വയലൻസിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ് അത്തരം കൃതികളിലൂടെ കാണുന്നത്. അപ്പോൾ ഇത്തരം സോഴ്സുകൾ നമ്മൾ കണ്ടെത്തുകയും സയ്യിദ് ഫضലിനെ പോലുള്ളവരുടെ തദ്ദേശീയരായവരുടെ കോളനിവൽക്കരിക്കപ്പെട്ട ജനതയുടെ പരിപ്രേക്ഷ്യത്തിന് അവരുടെ കൃതികളെ നമ്മൾ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക, അതിലെന്താണ് പറയുന്നത് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു. അപ്പോൾ നമ്മൾ സയ്യിദ് ഫضൽ തങ്ങളുടെ കൃതികളെ കണ്ണോടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് സൂഫിസം മാത്രമാണെന്ന് തോന്നുമെങ്കിലും അപ്പോൾ അവയിലെ അവലോകനങ്ങളിൽ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച്, അദ്ദേഹം സിവിലൈസേഷനെ കുറിച്ച്, അദ്ദേഹം ദുറസമീൻ ഏതൊരു കൃതിയിലെ തോന്നുന്നു സിവിലൈസേഷൻ, വെസ്റ്റേൺ സിവിലൈസേഷനും ഇസ്ലാമിക് സിവിലൈസേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതേപോലെ അധികാരത്തിൻ്റെ വിനിയോഗം, അത് അനീതിക്ക് വേണ്ടിയാകുമ്പോൾ എങ്ങനെ ഇടപെടണം, അത് ഇടപെടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂഫിസത്തെ മിസ്റ്റിസമായി കാണുന്നവരുടെ പരിപ്രേക്ഷ്യത്തിൽ ഇതൊന്നും ഈ ഒരു ചിന്തയിലേക്ക് തന്നെ പോവുകയില്ല. കാരണം അത് മിസ്റ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു സാധനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സൂഫിസം എന്നുള്ള പ്രയോഗം തന്നെ ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സൂഫി എന്നുള്ളത് അറബിക്കിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സൂഫിസം എന്നുള്ളത് ഇസം എന്ന് ചേർക്കുമ്പോൾ പല അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ കുറേ പിന്നെ പല രീതിയിലുള്ള ആശയങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ സൂഫിസം എന്നുള്ള നമ്മളെ ഈ അറബിയിലെ തസൗഫ് എന്നുള്ളതിലേക്ക് ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സൂഫിസം എന്ന് പറയുന്നത്. തസൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു വെർബൽ നൗൺ അല്ലേ, വെർബ് സൂഫി ആവുക എന്നുള്ളതിൻ്റെ ഒരു നൗണാണ്. അപ്പോൾ മുത്തസൗവിഫ്, പിന്നെ വേറെ മുത്തശബ്ബിഹ്, അങ്ങനെ കുറേ കാറ്റഗറികൾ പിന്നെ പഴയ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇൽമ്, ദൗക്ക്, പിന്നെ ഈമാന് ഇതുള്ളവർ, ഇത് മുഴുവനുള്ളവർ സൂഫികൾ, അതല്ല അതിലില്ലാത്തവർ പിന്നെ മുത്തശബ്ബിഹ്, അങ്ങനെ പല കാറ്റഗറികളും പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ ആംഗലേയ അക്കാദമിക് സാഹിത്യത്തിൽ നമുക്ക് സൂഫിസം എന്നുള്ളത് നല്ലൊരു കാറ്റഗറി തന്നെയാണ്. കാരണം തസൗഫിനെ നമ്മൾ പല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പം ഞാൻ ഈ ഒരു വിഷയത്തെ കൂടുതലായിട്ട് സമീപിക്കുന്നത് ഇപ്പോൾ ഫضലിനെ പോലെയുള്ള വ്യക്തികളെ, ഹദ്റമികളെ കുറിച്ചുള്ള പഠിക്കാനൊക്കെ ഒന്ന് പിന്നെ ഗ്ലോബൽ ഹിസ്റ്ററിയുടെയും ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിൻ്റെയും ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് എടുത്തുകൊണ്ട് പിന്നെ ഒരു സൂഫി കോസ്മോപോളിസ് എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഞാൻ ഇത്തരം ആളുകളെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്.